പൊതുവെ ഒരു കേരളത്തിലൊരു സംസാരമുണ്ട്, സംരംഭകർക്ക് ജീവിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സംരംഭകരെ നമ്മുടെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം ഇതിനോട് എങ്ങനെയാണ്? പോസിറ്റീവാണ്. നല്ല കാരണം ഇപ്പം ഈവൻ മന്ത്രി രാജീവ് സാറിനെ ഞങ്ങൾ പേഴ്സണലി പോയി കണ്ടിട്ടുണ്ട്. പുള്ളി ഞങ്ങൾക്കൊരു ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് അവാർഡും തന്നിട്ടുണ്ട് ഈ വർഷത്തെ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇൻ മാനുഫാക്ചറിങ് സെക്ടർ. ഞങ്ങൾ ഗൾഫിലായിരിക്കുമ്പോഴും എപ്പോഴും എല്ലാവരുടെയും സംസാരം ഇത് തന്നെയാണ്, കേരളത്തിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഒന്ന്, കേരളത്തിൽ വന്നാൽ ബിസിനസ് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയുള്ള ബിസിനസ് അതും ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇറങ്ങണം. ഒന്ന്. സെക്കൻഡ്, നമുക്കൊരു പ്രോപ്പർ പ്ലാൻ, ഒരു സ്ട്രാറ്റജി കാണണം. അന്നേരം പലപ്പോഴും നമ്മൾ കാണുന്നത് വെച്ചാൽ ഇപ്പോൾ പ്രവാസത്തിലായാലും എല്ലാവർക്കും നാട്ടിൽ വന്ന് താമസിക്കണം, നാട്ടിൽ വന്ന് സെറ്റിൽ ആവണമെന്ന് കൊണ്ട്, പക്ഷേ റവന്യൂ ജനറേഷൻ എങ്ങനെയാണുള്ള ഒരു സംഭവമുണ്ട്. ഞങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുവാണ്. ഇപ്പോൾ മൊത്തത്തിലായില്ല, എന്നാലും ഞങ്ങൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് വെച്ചാലും നിങ്ങൾ എല്ലാ സംഭവവും കേരളത്തിൽ മാത്രം ചെയ്യണമെന്ന് ഒരു ഇത് പിടിക്കാതെ കേരളത്തിനൊരു ബേസ് ചെയ്തിട്ട് പാൻ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ചെയ്യാൻ പറ്റും.